മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ച സമിതി പരിശോധന തുടങ്ങി. ആദ്യം താലൂക്ക് തലത്തിലുള്ള വിവരശേഖരമാണ് നടക്കുക. കൂടുതൽ അപേക്ഷകളുള്ള ബാച്ചുകൾ ഏതാണെന്നും പഠിക്കും. നിലവിൽ 65 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത്. ജില്ലയിലെ നഗരഹൃദയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം തുടരുമ്പോഴും മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ പ്രതീക്ഷയിലാണ് സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. +1 സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ച സമിതി പരിശോധന തുടങ്ങി. സമിതിയിലുള്ള ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ, മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PM അനിൽ എന്നിവർ മുൻപ് സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ഉണ്ടായ കാർത്തികേയൻ കമ്മിറ്റിയിലെ അംഗങ്ങളായതിനാൽ പഠനത്തിന് മുതൽക്കൂട്ടാകും. അർഹരായ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ഉറപ്പിക്കാനായിരിക്കും സമിതിയുടെ ഇടപെടൽ എന്നതാണ് പ്രതീക്ഷ. കൂടുതൽ അപേക്ഷകളുള്ള ബാച്ചുകൾ ഏതാണെന്നും പഠിക്കും. സ്കൂളുകൾ സന്ദർശിക്കുന്നതും PTA കമ്മിറ്റികൾ, പ്രിൻസിപ്പൽമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ വിവിധ മേഖലയിൽ ഉള്ളവരുടെ യോഗം വിളിച്ച് അവബോധം നൽകുന്നതും സമിതിയുടെ പരിഗണനയിലുണ്ട്. അതേസമയം 65 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ക്ലാസ്സിൽ പരമാവധി 40 കുട്ടികളെന്നാണ്. മുൻകാലങ്ങളിൽ അധികമായി 30% കുട്ടികളെ വർദ്ധിപ്പിച്ചതാണ് എണ്ണം കൂടാൻ കാരണം. ഒരു ക്ലാസ്സിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാകാൻ ഭാവിയിൽ ഹയർ സെക്കൻഡറികളിൽ ഷിഫ്റ്റ് സമ്പ്രദായം നടത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. ജനം, മലപ്പുറം.